അടിക്ക് തിരിച്ചടികളുമായി ഇറാനും അമേരിക്കയും മുന്നോട്ട് പോകുമ്പോൾ പശ്ചിമേഷ്യയുടെ അവസ്ഥ ഇപ്പോൾ അതിഭീകരമാവുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം ഭയന്ന ആ കരിനിഴൽ ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു. എന്നാൽ ഇനിയാണ് യഥാർത്ഥ കളികൾ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞാൽ കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ ഇതാ മിസൈൽ മഴ പെയ്യിപ്പിച്ചിരിക്കുകയാണ്. സമാധാന ചർച്ചകളെല്ലാം പൂർണ്ണമായി വഴിമുട്ടി കഴിഞ്ഞു. ഈ രാജ്യങ്ങളിൽ ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഈ ചോരക്കളിക്ക് പിന്നിലെ യഥാർത്ഥ വില്ലൻ അത് ആരാണ്? ലോകം മുഴുവൻ സമാധാനം ആഗ്രഹിക്കുമ്പോഴും ഈ യുദ്ധം തുടരേണ്ടത് അനിവാര്യമായി വന്ന ആ ഒരേ ഒരു രാജ്യം ഏതാണ്? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഈ യുദ്ധത്തിന്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് ഒന്ന് പോകാം. അതാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തെ എണ്ണ കച്ചവടത്തിന്റെ പകുതിയും നിയന്ത്രിക്കുന്ന അതിപ്രധാനമായ ഒരു കടൽപാത. അതിന് കാവൽ നിൽക്കുന്ന ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു താവളമാണ് ഗിഷം ദ്വീപ്. ഈ ദ്വീപിലാണ് അമേരിക്കൻ സൈന്യം കാതടപ്പിക്കുന്ന വൻ ബോംബാക്രമണം കഴിഞ്ഞ ദിവസം നടത്തിയത്. അമേരിക്ക പറയുന്നത് ഇത് തങ്ങളുടെ സ്വയം പ്രതിരോധം ആണെന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെ പറഞ്ഞെന്ന് കരുതി ഒരുപക്ഷെ ഇറാൻ മിണ്ടാതിരുന്നില്ല. അവർ തൊട്ടടുത്ത നിമിഷം ഇറാന്റെ മിസൈലുകളും മാരക ഡ്രോണുകളും കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി കുതിച്ചുയർത്തി. എന്നാൽ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നത് ഈ മിസൈലുകളെല്ലാം അവർ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടു എന്നാണ്. എങ്കിലും കുവൈറ്റിലും ബഹ്റൈനിലും മുഴങ്ങിയ യുദ്ധ സൈറണുകൾ ഗൾഫ് നാടുകളിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ഭീതിയിലാഴ്ത്തി കഴിഞ്ഞു. നമ്മളിൽ പലരുടെയും വീടുകളിൽ നിന്നെല്ലാം കുവൈറ്റിലോ ബഹ്റൈനിലോ ജോലി ചെയ്യുന്ന പ്രവാസികളായ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം അനുഭവങ്ങൾ പങ്കുവെക്കുന്ന നിരവധി പ്രവാസികളുടെ കമന്റുകളൊക്കെ നിങ്ങൾ പലപ്പോഴും ഈ ദിവസങ്ങളിൽ കണ്ടിട്ടുമുണ്ടാകാം. ക്യാമ്പുകളിലും റൂമുകളിലും യുദ്ധ സൈറൺ കേട്ട് ഭയന്നു വിറയ്ക്കുന്ന അവരെല്ലാം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, എപ്പോഴാണ് ഇതൊന്ന് അവസാനിക്കുക എന്ന്. യഥാർത്ഥത്തിൽ ഇത് അവസാനിക്കണമെങ്കിൽ അമേരിക്കയും ഇസ്രയേലും വിചാരിക്കണം. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? അതിന്റെ കാരണം അറിയണമെങ്കിൽ നമ്മൾ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലണം. യഥാർത്ഥത്തിൽ ഈ ചോരക്കളി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചു നാളുകളായി. ഇസ്രയേലും ലെബനനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള അതിരൂക്ഷമായ ഈ യുദ്ധം കൃത്യമായി പറഞ്ഞാൽ 96 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസത്തിലധികമായി ദക്ഷിണ ലെബനനിൽ ഇസ്രയേൽ ബോംബുകൾ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ ലെബനൻ യുദ്ധത്തിൽ നിന്ന് ഇസ്രയേലിനെ അമേരിക്ക പിടിച്ചു മാറ്റിയില്ലെങ്കിൽ തങ്ങൾ ഇനി ഒരു സമാധാന ചർച്ചയ്ക്കും ഇല്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് ഇറാൻ കർശനമായ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രയേലും ലെബനനും തമ്മിൽ 4ാം ഘട്ട വെടിനിർത്തൽ ചർച്ച തുടങ്ങിയ ആ ചൊവ്വാഴ്ചയും സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഇസ്രയേൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ ആക്രമണം തുടരുകയായിരുന്നു. ഇതോടെ ഇറാന്റെ ക്ഷമ കെട്ടു. അവർ സമാധാന ചർച്ചകളിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറി. നമുക്ക് ഈ കഥയുടെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഇത്രയും വഷളായത് എന്നാണ്. ഇതിന് പിന്നിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണം നിർത്താൻ അമേരിക്ക മുൻകൈ എടുക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇല്ലെങ്കിൽ സമാധാന ചർച്ചയ്ക്കില്ലെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. 96 ദിവസമായി തുടർന്ന ഈ ചോരക്കളി നിർത്താൻ ഇസ്രയേലും ലെബനനും തമ്മിൽ 4ാം ഘട്ട വെടിനിർത്തൽ ചർച്ച നടക്കുകയായിരുന്നു. പക്ഷേ അവിടെ ചർച്ച നടക്കുമ്പോഴും ഇപ്പുറത്ത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കാണിച്ചതാകട്ടെ ദക്ഷിണ ലെബനനിൽ ബോംബുകൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. ഇതോടെ ഇറാൻ ചർച്ചയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറി. ഇവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എൻട്രി. ലോകം മുഴുവൻ ഈ വാർത്ത അറിഞ്ഞിട്ടും ട്രംപിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നറിയാമോ? ഇറാൻ പിന്മാറിയ വിവരം ഞാൻ അറിഞ്ഞതേ ഇല്ല എന്നായിരുന്നു ആ വിചിത്രമായ മറുപടി. വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വലിയ രീതിയിൽ വീമ്പു പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇസ്രയേൽ അത് വിലവെക്കാതെ യുദ്ധം വ്യാപിപ്പിച്ചതോടെ ട്രംപ് സ്വന്തം രാജ്യത്തും അന്താരാഷ്ട്ര തലത്തിലും വലിയ ഒരു നാണക്കേടിലായി. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് ഫോണിലൂടെ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് കടുത്ത ഭാഷയിൽ തട്ടിക്കയറി നെതന്യാഹുവിനെ ഭ്രാന്തൻ എന്നുവരെ ട്രംപ് വിളിച്ചു
ആരംഭിച്ചതായൊക്കെ വിശ്വസനീയമായ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനയാണ്. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊരു നാണക്കേടാണ് അല്ലേ ഇത്. എങ്കിലും നാണക്കേട് ഒഴിവാക്കാൻ ട്രംപ് പുറത്തു പറയുന്നത് നെതന്യാഹു യുദ്ധം അവസാനിപ്പിക്കാമെന്ന് തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അമേരിക്കയും ഇറാനും ഇസ്രയേലും തമ്മിൽ അടിക്കുന്നതിന് നമ്മൾ എന്തിന് വിഷമിക്കണമെന്ന്. അവിടെയാണ് ഒരു കാര്യം. അതായത് ഈ യുദ്ധം നടക്കുന്നത് ലോകത്തിന്റെ എണ്ണക്കപ്പലുകൾ പോകുന്ന ഹോർമുസ് കടലിടുക്കിലാണ്. ഈ സംഘർഷം നീണ്ടുപോയാൽ ലോക വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വിലകൾ ഇനിയും വർദ്ധിക്കും. അത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകും. കൂടാതെ ഗൾഫ് മേഖലയിലുള്ള ലക്ഷക്കണക്കിന് മലയാളികളുടെ സുരക്ഷയെയും ജോലിയെയും ഇത് നേരിട്ട് ബാധിച്ചേക്കാം. അതുകൊണ്ടൊക്കെ തന്നെ പശ്ചിമേഷ്യയിലെ ഈ തീപ്പൊരി ലോകം മുഴുവൻ പടരാൻ സാധ്യതയുള്ള ഒന്നായി മാറുകയാണ്. ഹിസ്ബുള്ള വെടിനിർത്തലിന് തയ്യാറാണെന്നും ഇസ്രയേൽ പിന്മാറുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യം ഒട്ടും ശുഭ സൂചനയല്ല നൽകുന്നത്. സമാധാന ചർച്ചകളുടെ മേശപ്പുറം തല്ലിപ്പൊളിച്ച് ഇരു രാജ്യങ്ങളും ആയുധമെടുക്കുമ്പോൾ തകരുന്നത് നിരപരാധികളുടെ ജീവിതങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരാം. ലോകം മുഴുവൻ സമാധാനം ആഗ്രഹിക്കുമ്പോഴും ഈ ചോരക്കളി തുടരേണ്ടത് ആരുടെ ആവശ്യമാണ്? ആരാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ വില്ലൻ? ആ ഒരേ ഒരു രാജ്യം ഇസ്രയേൽ ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കാരണം പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടായാൽ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവി തീരും. സ്വന്തം രാജ്യത്ത് നിരവധി കേസുകളും ജനരോഷവും നേരിടുന്ന നെതന്യാഹുവിനെ അധികാരം നിലനിർത്താൻ യുദ്ധം തുടർന്നേ മതിയാകൂ. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു വെടിനിർത്തൽ ചർച്ച നടക്കുമ്പോഴെല്ലാം ലെബനനിൽ ബോംബുകൾ വർഷിച്ച് ആ ചർച്ചകൾ തല്ലിപ്പൊളിക്കുന്നത് ഇസ്രയേലിന്റെ തന്ത്രമാണ്. ഡൊണാൾഡ് ട്രംപ് പോലും ഫോണിൽ വിളിച്ച് നെതന്യാഹുവിനോട് കടുത്ത ഭാഷയിൽ തട്ടിക്കയറിയത് അതുകൊണ്ടാണ്. നെതന്യാഹു ട്രംപിന്റെ വാക്ക് കേട്ട യുദ്ധം നിർത്തുമോ? അതോ ഇറാൻ കൂടുതൽ ശക്തമായ തിരിച്ചടി നൽകുമോ? വരും ദിവസങ്ങളിൽ ലോകം എങ്ങോട്ട് നീങ്ങുമെന്ന് നമുക്ക് കണ്ടറിയാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ അന്താരാഷ്ട്ര വാർത്തകളുടെ ലളിതമായ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്.